ആന്റി, ഇത് ഡോക്ടർ അലീന. ഡോക്ടറുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് സ്റ്റെല്ല മാഡത്തിന് പകരം എന്നെ നോക്കിയത് അലീന ഡോക്ടർ ആയിരുന്നു. ഇരിക്കെ. ഡോക്ടർ, ഇത് ജോബിൻ ഡോക്ടറുടെ മമ്മി. ഇത് ഡോക്ടറുടെ വല്യമ്മച്ചി. ഞാൻ ത്രേസ്യാമ്മ, ജോക്കുട്ടന്റെ പപ്പയുടെ അമ്മച്ചിയുടെ അനിയത്തി. അലക്സിക്ക് ഞാൻ സ്വന്തം അമ്മച്ചിയെ പോലെ തന്നെ ആയിരുന്നു. മോളുടെ പേരെന്നതാന്നാ പറഞ്ഞേ? അലീന. ആ, അലീനാന്ന് മാത്രമേ ഉള്ളോ അതോ? അലീന ആന്റണി. ആഹാ, അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതാ. കണ്ടപ്പോഴേ തോന്നി, നല്ല ഐശ്വര്യമുള്ള മുഖം. മോളുടെ സ്ഥലം എവിടാ? ഡാഡിയുടെ പ്ലേസ് എറണാകുളം, മമ്മി പത്തനംതിട്ടക്കാരിയാ. പത്തനംതിട്ടയിൽ ഏത് ഇടവയിലായിട്ട് വരും? റാന്നിക്കടുത്ത് വല്ലതും ആന്നോ? അവിടെ നമ്മുടെ കുടുംബക്കാരനൊരു അച്ഛനുണ്ടായിരുന്നു. ആ, നമ്മുടെ മൂളിക്കുട്ടിയുടെ കെട്ടിയോന്റെ അനിയനെ, ഫാദർ ഏലിയാസ് വാളക്കുഴി. വാളക്കുഴി അച്ഛനെന്നാ അടുപ്പക്കാരെ വിളിക്കുന്നേ. സോറി, പത്തനംതിട്ട എവിടെയോ ആണെന്നല്ലാതെ എനിക്ക് ആ സ്ഥലമൊന്നും വലിയ പിടിയില്ല. കുഞ്ഞുനാൾ 1-2 വട്ടം പോയ ഓർമ്മ മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ ബാംഗ്ലൂരാ. ഞങ്ങളും കുറച്ചുനാൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ജോബിൻ മെഡിസിൻ അവിടെയായിരുന്നു. യെസ്, എനിക്കറിയാം. അല്ല, ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർക്ക് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഏയ് ഇല്ല, ഇവിടെ താമസിക്കുന്നെന്ന് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോള് ജോക്കുട്ടിനെ കാണാൻ വേണ്ടി വന്നതാണോ? അതെ, ഡോക്ടറെ കണ്ടിട്ട് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതിനെന്നതാ, അവൻ ഇവിടെ ഉണ്ട്. മോള് കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ അവൻ ഇറങ്ങിയേനെ. എടി കൊച്ചേ, മിഴിച്ച് നിൽക്കാണ്ട് പോയി ജോക്കുട്ടിനെ വിളിച്ചോണ്ട് വന്നേ. ഞാൻ ഡോക്ടറെ വിളിക്കാം. മാളവിക ജോബിനെ ഡോക്ടർ എന്നാണോ വിളിക്കുന്നേ? കല്യാണത്തിന് മുൻപ് അങ്ങനെയാ വിളിച്ചു തുടങ്ങിയത്. പിന്നെ അത് ശീലമായി. ഞാനിപ്പോ വരാം. എനിക്കാണേ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ പേരോ ജോലിപ്പേരോ വിളിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ഈ പെണ്ണിനോട് 100 പ്രാവശ്യം പറഞ്ഞതാ, ചേട്ടായിന്നോ ഇച്ചായോന്നോ വിളിച്ച് ശീലിക്കാൻ. ആര് കേക്കാനാ? ദേ, ആള് നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല. ജോക്കൂട്ട് സ്നേഹിച്ച് കിട്ടിയതാ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്നതാ കാര്യം? നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി. മോള് കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടാണോ ഇറങ്ങിയത്? അല്ലേ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അയ്യോ വേണ്ട മച്ചി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഡോക്ടർ ഇന്ന് പതിവിലും കൂടുതൽ സുന്ദരനായിട്ടുണ്ടല്ലോ. അതെയോ? ഈയിടെയായിട്ട് ഗ്ലാമർ അല്പം കൂടിയിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു. ഇപ്പൊ താൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. അതെയോ? ആരാണാവോ ഈ പലരും? അതില് സുന്ദരിമാരായ ഡോക്ടേഴ്സും പെടുവായിരിക്കും അല്ലേ? കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോ ഡോക്ടറുടെ മുഖത്തൊരു വിളർച്ച കാണുന്നുണ്ടല്ലോ. വിളർച്ച തോന്നെങ്കിലേ ഞാൻ ഇന്ന് എന്നെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യാം. ഹീമോഗ്ലോബിനൊക്കെ അവിടെ നിക്കട്ടെ. ഈ സുന്ദരിമാരായ ആരാധികമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്റെ കാര്യം കഷ്ടത്തിലാവുമല്ലോ ഡോക്ടറെ. എടോ, താൻ എന്തൊക്കെയായി പറയുന്നേ? അല്ല, ഈ ഗ്ലാമർ ഞാൻ കണ്ടെത്തുന്നതിന് മുൻപ് അവരെങ്ങനെ കണ്ടെത്തിയെന്നാ എന്റെ ടെൻഷൻ. എന്റെ പൊന്നെ, ഞാനത് വെറുതെ ഒരു ജോക്ക് പറഞ്ഞതാണേ. എന്റെ ഗ്ലാമർ കൂടിയിട്ടുമില്ല, ഒരു സുന്ദരി എന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞിട്ടുമില്ല. പോരെ? ഈ പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. ഇതുവരെ ആരാധകരെ കൊണ്ടുള്ള ശല്യം ഹോസ്പിറ്റലിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വീട്ടിലും ആരാധകർ അന്വേഷിച്ചെത്താൻ തുടങ്ങിയ എനിക്കത് ചോദ്യം ചെയ്യേണ്ടി വരും. ആരാധകര് വീട്ടിലെത്താൻ തുടങ്ങിയെന്നോ? താൻ എന്തൊക്കെയാടോ ഈ പറയുന്നേ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഹലോ ഡോക്ടറെ, പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോ അതിനൊരു വിചാരമുണ്ട്. താൻ ഈ ചെയ്യുന്നൊന്നും ആരും അറിയുന്നില്ലാന്ന്. ഇപ്പോ ഡോക്ടർ ആ നമ്പറല്ലേ ഇവിടെ ഇറക്കുന്നേ? ദേ മാളു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചുമ്മാ വാലും തലയില്ലാതെ ഓരോന്ന് പറഞ്ഞ് രാവിലെ താൻ എന്റെ മൂഡ് കളയല്ലേ. അയ്യോ, VIP ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് ഡോക്ടർ ഇങ്ങനെ ഭാര്യയോട് ചൂടാവൊന്നും ചെയ്യല്ലേ. ഇമേജിനെ ബാധിക്കില്ലേ? ഓ, എന്തൊക്കെയായിരുന്നു. എന്റെ മുന്നിൽ വെച്ച് ഫോൺ എടുക്കാൻ താല്പര്യമില്ല, കൂടെ പോയി വീട് നോക്കാൻ ഞാൻ തന്നെ നിർബന്ധിക്കണം. പക്ഷെ എല്ലാ കാര്യത്തിനും ഇപ്പൊ പുള്ളിക്കാരിക്ക് ഡോക്ടർ ജോബിൻ അലക്സ് തന്നെ വേണം. ഒടുക്കം ഞാൻ ഔട്ടാവോ ഡോക്ടർ സാറെ? സോറി കേട്ടോ, ഞാൻ ഒരുപാട് വട്ടാക്കിയോ? പെട്ടെന്ന് അവരിവിടെ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണെന്ന് കൂട്ടിക്കോ. എന്റെ പൊന്നു മാളു, ആരുടെ കാര്യം നീ പറയുന്നത്? അതെ, ഡോക്ടർക്ക് ഒരു സർപ്രൈസ് വിസിറ്റർ ഉണ്ട്, ഡോക്ടർ അലീന. അലീനയോ?
അവള് അല്ല അവരെന്താ ഇവിടെ? അതെന്താ, ഡോക്ടറെ കാണാൻ അവർക്കിവിടെ വന്നൂടെ? വെറുതെ ഈ വഴി പോയപ്പോ കയറിയതാന്നാ പറഞ്ഞത്. സത്യമായിരിക്കും അല്ലേ? ചുമ്മാ പറഞ്ഞാന്നേ. അതെ, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ ഡോക്ടർ വേഗം വാ, അല്ലെന്റെ ഡോക്ടർ വെയിറ്റ് ചെയ്യ. അതെ, അവരെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിക്കണേ. എന്റെ പൊന്നു ഡോക്ടറെ, ഒന്ന് പെട്ടെന്ന് വാ. അല്ലെങ്കിൽ അവര് വിചാരിക്കും അവര് വന്നത് ഇഷ്ടാകാഞ്ഞ് ഞാൻ ഡോക്ടറുമായിട്ട് വഴക്കുണ്ടാക്കുകയായിരിക്കുന്നു. അതെ, ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങി നല്ല ഗെറ്റപ്പിൽ വന്നേക്കണേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വേഗം വരണേ. മോൾ എത്ര നാളായി ജോക്കുട്ടന്റെ ആശുപത്രിയിൽ ജോലിക്ക് വന്നിട്ട്? ഞാൻ ജോയിൻ ചെയ്തിട്ടിപ്പോ കഷ്ടിച്ച് 2-3 ആഴ്ച ആവുന്നതേ ഉള്ളു വല്യമ്മച്ചി. അയ്യോടാ, കഷ്ടമായി പോയി. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നല്ലോ മോളെ. അതെന്താ? അല്ല, അപ്പൊ അവനുമായിട്ട് കുറച്ച് നേരത്തെ പരിചയത്തിലാകാലോ എന്ന് വിചാരിച്ചു ഓ പറഞ്ഞു. ഡോക്ടർ എപ്പോ വരും? അലീന ഡോക്ടർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. ജോബിൻ കഴിച്ചോ? ഇല്ല. സാരല്ല, ആണ് വരട്ടെ. ദാ അലീന കോഫി കുടിക്കുമല്ലോ. ആ, എനിക്ക് കോഫി ഇഷ്ടാ. നല്ല അസല് കോഫി. താങ്ക് യു. അല്ലേലും ഞങ്ങള് ഹൈറേഞ്ചിലുള്ള പെണ്ണുങ്ങൾക്കേ കാപ്പി ഉണ്ടാക്കാൻ നല്ല വശവാ. ജനിച്ചപ്പോ മുതലേ കാപ്പിച്ചെടിയുടെ മൂട്ടി കിടന്നല്ലയോ വളർന്നത്. രാവിലെ നെയ്യ് ഒഴിച്ച് ഒരു ഗ്ലാസ് കടുങ്കാപ്പി കുടിച്ചിട്ടേ ആണായാലും പെണ്ണായാലും അവരുടെ ദിവസം തുടങ്ങും. അമ്മച്ചി ഒരു സംസാരപ്രിയാണ് കേട്ടോ. അതിനെന്താ ആന്റി, എനിക്ക് അങ്ങനെയുള്ളൊരു വലിയ ഇഷ്ടാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. അലീന വന്നിട്ട് കുറച്ചു നേരമായോ? നീ ഇതെവിടെ ആയിരുന്നടാ ജോക്കൂട്ടാ? ഈ മോള് വന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്ര ആയെന്നറിയാവോ? സോറി അലീന, ഞാൻ റെഡി ആവുമായിരുന്നു. അതിനിടയിൽ 1-2 എമർജൻസി കോള്, അതാ ലേറ്റ് ആയത്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അലീന എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? ഒരു ചെറിയ വിശേഷം, അതൊന്ന് നേരിട്ട് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. പിന്നെ ഡോക്ടറിന്റെ മമ്മി ഒന്ന് പരിചയപ്പെടാലോന്ന് കരുതി. പിന്നെ ദേ വല്യമ്മച്ചിയും കാണാനായല്ലോ, സന്തോഷം. ജോബിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ? അത് സാരമില്ല. അലീന വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ആ, അത് പറയാലോ. കൂട്ടത്തിൽ ഡോക്ടർക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാലോ. അത് ശരിയാടാ ജോക്കൂട്ടാ. അപ്പോ മോക്ക് നിന്റെ കൂടെ ഇറങ്ങാൻ ചെയ്യാലോ. അതിന് അലീന ഹോസ്പിറ്റലിലേക്കാണോ? അതെ ആന്റി, വല്യമ്മച്ചി പറഞ്ഞതുപോലെ ഡോക്ടറിന്റെ കൂടെ ലിഫ്റ്റ് അടിച്ച് പോവാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ആ, എല്ലാരും കഴിക്കേ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നാ ഡോക്ടർ കൂടി ഒരു കമ്പനിക്ക് കൂടിക്കൂടെ? ഓ ഷോ, എങ്കി വാ കഴിക്കാം. ആന്റി ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ ഇരുന്നോളാം. നിങ്ങൾ കഴിക്കാം. ഇനി ഞാൻ വന്നത് എന്തിനാണെന്ന് പറയാം. ഞാനിവിടെ അടുത്തൊരു വീടെടുത്തിട്ടുണ്ട്, റെന്റിന്. ഈ ഞായറാഴ്ച ഞാനും എന്റെ സുഹൃത്ത് ഹിമയും അവിടെ താമസം തുടങ്ങുക. വാടകയ്ക്കാണെങ്കിലും ഒരു പുതിയ നാട്ടിൽ താമസം തുടങ്ങുമ്പോ ബന്ധുക്കളായിട്ട് സുഹൃത്തുക്കളായിട്ടും ആരെങ്കിലുമൊക്കെ വേണമല്ലോ. അത് നേരാ മോളെ. ഇല്ലേലേ നാട്ടുകാരും നമ്മൾ വരുത്തന്മാരാണെന്ന് കരുതി നമ്മളെ ഇട്ട് തട്ടിക്കളിക്കും. ഇവിടെ എനിക്ക് ബന്ധുക്കളായിട്ട് സുഹൃത്തുക്കളായിട്ടും അധികാരമില്ലെന്ന് ജോബിന് അറിയില്ലേ? അതുകൊണ്ടല്ലേ വീട് നോക്കാൻ ഞാൻ കൂടെ വന്നത്. അതുകൊണ്ട് അന്നത്തെ കയറി താമസത്തിന്റെ അന്ന് ജോബിൻ വരണം. ജോബിൻ മാത്രമല്ല, മാളവികയും ആന്റിയും വല്യമ്മച്ചിയും എല്ലാരും കൂടി വന്നാ അത്രയും സന്തോഷം. ഞാൻ ജോബിനെ സ്റ്റെല്ല മാഡത്തെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ. സ്റ്റെല്ല മാഡം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു. ജോബിൻ എന്തായാലും വരണം, അതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്ന് ക്ഷണിക്കുന്നത്. സൺഡേ ഡ്യൂട്ടി ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എപ്പോഴെങ്കിലും ഞാൻ വരാൻ നോക്കാം. എപ്പോഴെങ്കിലും പോയാ എങ്ങനാ ജോക്കുട്ടാ ശരിയാവുന്നേ?
ഓരോന്നിനും അതിൻ്റെതായ നേരവും കാലവും ഒക്കെ ഇല്ലേ? കേറി താമസിക്കുന്ന നേരത്ത് ഒന്ന് ചെന്ന് തല കാണിച്ചിട്ട് പോയാ എന്നതാ നിനക്ക്? കഴിയുമെങ്കിൽ എല്ലാരും വരണം. ആന്റി ജോബിനും ആളവും വരും കുട്ടി. ഞാൻ പിന്നെ സൗകര്യം പോലെ എപ്പോഴെങ്കിലും വരാം. അതുപോലെ മോളും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടും വരണം കേട്ടോ. ഇത് സ്വന്തം വീട് പോലെ കരുതിയാ മതി. ദാ, ആ പ്ലേറ്റ് ഇങ്ങോട്ട് താ. അയ്യോ മതി ആന്റി, ഞാൻ വെറുതെ ഒരു കമ്പനിക്ക് ഇരുന്നേ ഉള്ളൂ. അല്ല മാണു ഡയറ്റൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ? എങ്കിൽ എഗ് വൈറ്റ് മാത്രം കഴിച്ചാൽ മതി കേട്ടോ. എന്താ ജോബിൻ ഡോക്ടറെ, ഇതൊന്നും ശ്രദ്ധിക്കാറില്ലേ? ഉം. ഏതായാലും ഇവിടെ വരാനും എല്ലാരും പരിചയപ്പെടാനും സാധിച്ചാലും ഒരുപാട് സന്തോഷം. മാളവിക, താങ്ക്സ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്. അതിന് ഡോക്ടർ അധികമൊന്നും കഴിച്ചില്ലല്ലോ. ഇനി ഒരു ദിവസം സൗകര്യം പോലെ വരൂ അലീന. ആ ലഞ്ച് കഴിക്കാനായിട്ട് വരണം. ആ ഇനി സമയം കിട്ടുമ്പോഴൊക്കെ എന്റെ ശല്യം പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ ജോബിനില്ലാത്തപ്പോഴും എനിക്കിവിടെ വരാമല്ലോ. അതിനെന്താ, മോക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇവിടെ വരാലോ. അതിനിപ്പോ ജോക്കൂട്ടന്റെ സമയം നോക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? അലീന ഹോസ്പിറ്റലിലേക്കല്ലേ? അതെ, ഡോക്ടറുടെ കൂടെ വരാലോ എന്ന് കരുതിയല്ലേ ഞാൻ വെയിറ്റ് ചെയ്തേ. മമ്മി, ഞാൻ ഇറങ്ങാം. മാളു, പോയിട്ട് വരാം. മാളവിക, അപ്പോ ഞായറാഴ്ചത്തെ കാര്യം മറക്കണ്ട. ജോബിന്റെ കൂടെ ഉറപ്പായും എത്തണം. നോക്കാം ഡോക്ടർ. നോക്കിയാ പോരാ, ഉറപ്പായും എത്തണം. ശരി. അപ്പൊ വല്യമ്മച്ചി ഇറങ്ങട്ടെ? ആ കാണാം കേട്ടോ. പിന്നെ എനിക്ക് മോളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ശരി. ആ ശരി. നല്ല കൊച്ച്. എനിക്ക് അവളെ വല്ലാതെ അങ്ങ് മനസ്സിൽ പിടിച്ചിടേ സുമ്മേ. ഡോക്ടറാണെന്നുള്ളൊരു ഭാവവും ഇല്ല. അതെന്താ അമ്മച്ചി അങ്ങനെ പറഞ്ഞത്? എന്റെ ജോബിന് അങ്ങനെ ഒരു ഭാവം ഉണ്ടെന്നാണോ? ഞാൻ അതല്ലടി പറഞ്ഞത്. നമ്മളെ ജോക്കുട്ടിനെ പറ്റിയ പെങ്കൊച്ചായിരുന്നു. സ്വജാതിയിൽ ഇത്രയും നല്ല പെൺപിള്ളേരുണ്ടായിട്ട് അവൻ ഈ പുറം ജാതിന്ന് കെട്ടാനേ വിധിച്ചിട്ടുള്ളല്ലോ. അമ്മച്ചി എന്ത് ദുഷ്ടത്തരം ഈ പറഞ്ഞത്? അതും മാളു കേൾക്കേ. അവൾക്ക് നല്ല വിഷമമായി. അതിന് ഞാനെന്നാ പറഞ്ഞെന്നാ? എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞു. അതിന് അവളെന്നാത്തിനാ വിഷമിക്കുന്നേ? പിന്നെ അവളെക്കാൾ നല്ല കുട്ടിയാ വന്നതെന്ന് പറഞ്ഞ മാളുവിന് വിഷമാവില്ലേ? അതെ, ജോബിന് ഇഷ്ടം തോന്നിയിട്ട് തന്നെയാ അവൻ ഇവളെ മിന്നു കെട്ടിയത്. അതിപ്പോ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല. അതൊരു നഷ്ടമായി പോയിന്ന് എനിക്കോ അവനോ തോന്നിയിട്ടുമില്ല. അമ്മച്ചി ഇനി അവള് കേൾക്കേ ഇങ്ങനൊന്നും പറയരുത്. ഓ, ഉള്ള കാര്യം നമ്മളൊന്ന് ഉറക്കെ പറഞ്ഞതാ ഇപ്പൊ കുറ്റമായി പോയത്. എന്റെ പാപത്തിയാലും ദൈവത്തിന്റെ കണ്ണുകൊത്താൻ കഴിയല്ല. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് കർത്താവ് തമ്പുരാൻ അറിയാം. അതിപ്പോ ആർക്കും വിഷമം തോന്നിട്ടൊരു കാര്യമില്ല. എന്തൊരു കഷ്ടം ഇത്. ഇതാ അത് നോക്കിയേ. ആ വെള്ള ഫ്രോക്കിട്ട കുട്ടിയെ നോക്കിയേ. കുഞ്ഞുനാളിലെ അപ്പൂൻ്റെ ഒരു ഛായ ഇല്ലേ അവൾക്ക്? ഫോസ്റ്റർ കെയറിന്റെ കാര്യം ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ആ മോളെ തന്നെ മതി എന്ന് പറയാം, അല്ലേ? താൻ വാ, നമുക്കൊന്ന് അവരടുത്ത് കണ്ടിട്ട് വരാം. ഞാൻ വരുന്നില്ല, വീട്ടിൽ പോയിട്ട് വാ. സാർ, സാർ എങ്ങോട്ടാ? ഞാൻ ആ കുട്ടികളൊന്ന് കാണാൻ. സോറി സാർ, വിസിറ്റേഴ്സിന് അനുവാദമില്ലാതെ കുട്ടികൾക്കരികിലേക്ക് പോകാൻ പറ്റില്ല. ഓ, ഐ എം സോറി. സിസ്റ്റർ, ആ വെള്ള ഫ്രോക്കിട്ട കുട്ടിയുടെ പേരെന്താ? അഖില. ആ,
സർ, നിങ്ങളെ മാഡം വിളിക്കുന്നു. ആണോ? ഗീത വാ. എക്സ്ക്യൂസ് മീ. ആ യെസ്, കമൻ. വാ. ഇരിക്കും. മാഡം, ഞങ്ങള് ഫോസ്റ്റർ കെയറിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കാനായിട്ട്. ആ കാര്യം പറയാനാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. എന്തായി മാഡം? ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ അസറ്റും ഏജ് ലിമിറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എലിജിബിൾ ആണ്. പക്ഷേ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ലീഗലി സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതെന്താ മാഡം? അല്ല, അത് ഞങ്ങളെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം. അതങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല പരിചരണം നൽകുന്നവർക്ക് മാത്രമേ കുട്ടികളെ ഫോസ്റ്റർ കെയറിന് വിട്ടുകൊടുക്കാവൂ എന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അത് പ്രകാരം നോക്കുമ്പോൾ നിങ്ങൾ ഫോസ്റ്റർ കെയറിന് അയോഗ്യരായിട്ടാണ് ഞങ്ങളുടെ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. മാഡം, അതിന്റെ കാരണം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിന് വിട്ടുതരുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ പണിക്കർ, ഫോസ്റ്റർ കെയറിന്റെ നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രക്ഷിതാക്കളുടെ പേരിൽ ക്രിമിനൽ കേസ് ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി പണിക്കർ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണ്, അതും ഒരു ട്രാൻസ്ജെൻഡറിനെ ആക്രമിച്ച കേസിൽ. എന്താ പണിക്കർ, സ്വന്തം പേരിൽ അങ്ങനെ ഒരു കേസ് ഇല്ലേ? മാഡം, അതൊരു അബദ്ധം പറ്റിയതാണ്. ആ കേസൊക്കെ സെറ്റിലായതാണ്. അതും അറിയാം. പക്ഷെ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാനോ ഫോസ്റ്റർ കെയറിന് വിട്ടുകൊടുക്കാനോ ഞങ്ങൾക്ക് അനുമതിയില്ല. അതുമാത്രമല്ല, അതിലും ഗുരുതരമായ ഒരു കാര്യം നിങ്ങൾക്കെതിരെ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലുണ്ട്. നിങ്ങൾ സൈക്കിക് ഡിസോർഡറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടല്ലേ? നോ, എടുത്തിരുന്നു. പക്ഷേ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. പക്ഷേ ഗുരുതരമായ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചതുകൊണ്ട് അഡോപ്ഷനോ ഫോസ്റ്റർ കെയറിനോ നിങ്ങൾ യോഗ്യരല്ലെന്നാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടി വരും. സോറി. അപ്പോ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ഒരിക്കലും കഴിയില്ലെന്നാണോ? നിലവിലുള്ള നിയമങ്ങൾ വെച്ച് അതിന് സാധ്യമല്ല. ഇനി എന്തെങ്കിലും നിയമഭേദഗതികൾ വരികയാണെങ്കിൽ അതുവരെ ഞങ്ങൾ കാത്തിരിക്കണം എന്നല്ലേ? വേണ്ട മാഡം, ഇത് വന്നേ. മാഡം കൂടി ആഗ്രഹിച്ചിട്ടാണോ ഇങ്ങനെയൊരു? സോറി, അത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമായിരുന്നു. തോന്നി. ഗീത വരുന്നുണ്ടോ? ഓക്കെ മാഡം, ചെന്നോളൂ. ശരി. ഹലോ, എന്ത് ഉട്ടോപ്യൻ നിയമങ്ങളായി നാട്ടിലേത്. മനുഷ്യർക്കാർക്കും അസുഖം വന്നൂടാ പോലും. അസുഖം വന്നാൽ അത് ഭേദമാവില്ല പോലും. ഇതൊക്കെ എവിടുത്തെ നിയമങ്ങളാണോ എന്തോ. തനിക്ക് സന്തോഷമായി കാണുമല്ലോ അല്ലേ? എന്താന്നും മിണ്ടാത്തത്? ഞാനെന്ത് പറയാനാ വി പി പറഞ്ഞതുപോലെ അവരുടെ നിയമത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് നിയമം? നിയമം വഴി പോകാൻ നോക്കിയതാ ഇപ്പൊ ഞാൻ ചെയ്ത അബദ്ധം. ഇതിനു മുമ്പ് എത്രയോ ആൾക്കാർ ദത്തെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത നിയമ ഇപ്പോ. വേണ്ടി വന്ന നിയമവശം നോക്കാതെയും എനിക്കത് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ വേണ്ട, എന്റെ ആഗ്രഹം ഞാൻ ഇവിടെ ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒന്നും ഒരു സ്ഥാനമില്ലല്ലോ. അത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സ്വന്തം ജീവിതം സ്വയം ഡിസൈൻ ചെയ്യുന്നതാവണമെന്ന് വല്ലാതെ വാശി പിടിച്ചിരുന്നു വിജയപ്പണിക്കർ. സ്വയം വിശ്വസിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് പേര് ആ വഴികളിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ചു. പക്ഷെ എന്റെ കാര്യം പകലന്തിയോളം വെള്ളം കോരിയിട്ട് അവസാനം വാതിൽക്കൽ കലമടച്ചതുപോലെ എങ്ങും എത്താതെ.